കേവലം ചില ചടങ്ങുകളും ആഘോഷങ്ങളും വാദ്യമേളങ്ങളും കൊട്ടും കുരവയുമൊക്കെയായി സ്നേഹപ്രകടനത്തിന്റെ പുതിയ ഭാവങ്ങളിലേക്ക് കടന്നു വരുമ്പോ വേദന തോന്നുകയാണോ? എന്തൊക്കെ ഒരു കാര്യങ്ങൾ പ്രവാചകൻ പാടില്ലെന്ന് പറഞ്ഞോ അതെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. വാദ്യമേളങ്ങളുണ്ട്, ചിലയിടങ്ങളിൽ DJ പാർട്ടികളുണ്ട്, ജനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന വഴി യാത്രകളുണ്ട്, സംഗീത ഉപകരണങ്ങളുടെ മേൽപ്പൊടികളുണ്ട്. ആരാണ് നമ്മുടെ പ്രവാചകൻ? മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമ്മളോട് പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, മനുഷ്യരേ, ലൈസ മിൻ ശൈഇൻ യുഖർരിബുകും മിനൽ ജന്ന, സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഏതൊരു കാര്യമുണ്ടോ അതിതാ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വയുബാഇദുകും മിനന്നാർ, നരകത്തുനിന്ന് നിങ്ങളെ അകറ്റാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. നമുക്ക് സ്വർഗം നേടാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരിക എന്നതിനേക്കാൾ വലുതെന്താ? അത് ചെയ്തു തന്നതാണ് ആ നേതാവിന്റെ ഏറ്റവും വലിയ മികച്ച ഗുണമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സകല മുഅ്മിനീങ്ങളും സ്വർഗം കൊതിക്കുന്നവരോടൊക്കെ പറഞ്ഞു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, തന്നേക്കാൾ, തന്റെ ശരീരത്തേക്കാൾ, തന്റെ പ്രിയപ്പെട്ടതിനേക്കാൾ ഒന്നാം സ്ഥാനം അന്നബിയു, ആ പ്രവാചകനായി മാറണം. അങ്ങേയറ്റത്തെ ബഹുമാന ആദരവും സ്നേഹമുണ്ടാകണം. വഅസ്വാജുഹു, ആ പ്രവാചകന്റെ ഭാര്യമാർ, ഉമ്മഹാത്തുഹും, സകല മുഅ്മിനീങ്ങൾക്കും ഉമ്മമാരാണ്. അവരെ മറ്റൊരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റൂല. അവരെല്ലാവരുടെയും ഉമ്മമാരായിട്ടാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ആ പ്രവാചകന് കൊടുക്കുന്ന സ്ഥാനം എത്ര വലുതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മദ്രസ തലങ്ങളിൽ ഒരുപക്ഷെ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു പ്രായം കഴിഞ്ഞ ആളുകൾ ഒരുപക്ഷെ മദ്രസയിൽ പോലും പോകാത്തവരുണ്ടാകും. അവരെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും അത് വ്യക്തിത്വത്തെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയണം. മക്കയിലെ പ്രസിദ്ധമായ ഖുറൈശി ഗോത്രത്തിൽ അബ്ദുള്ള ആമിന എന്നവരുടെ മകനായിക്കൊണ്ട് ജനിച്ച ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. യതീമായിട്ടാണ് വളരുന്നത്, വാപ്പയെ കണ്ടിട്ടില്ല. ഉമ്മയാണ് പിന്നീട് കാവലായി നിന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് വല്ലിപ്പാന്റെ നല്ല സംരക്ഷണം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് വല്ലിപ്പാന്റെയും ഉമ്മാന്റെയും മരണം കഴിഞ്ഞപ്പോൾ പിതൃവ്യ സഹോദരനായ അബൂ ത്വാലിബാണ് രംഗം ഏറ്റെടുത്തത്. കുട്ടിക്കാലം മനോഹരമായി ജീവിക്കുന്ന കാലഘട്ടത്തിലെല്ലാം അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ പലതരത്തിലുള്ള ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങളെല്ലാം സ്നേഹത്തോടെ അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ആ ജനതയ്ക്ക് ഇടയിൽ പ്രവാചകർ ജീവിച്ചു വളർന്നത്. 40-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നുബൂവത്തിന്റെ ഉടമയായി മാറുകയാണ്. സകല പ്രവാചകന്മാരെയും അല്ലാഹു തആല തെരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ആ പ്രവാചകന്മാരെ എല്ലാം അല്ലാഹുവാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ആരെങ്കിലും പോയിട്ട് എനിക്കൊരു പ്രവാചകനാകണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് അപേക്ഷ കൊടുക്കുന്നതല്ല. അല്ലാഹു തആല ഈ സൃഷ്ടികളുടെ ഇടയിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുകയാണ്. വഇന്നഹും ഇൻദനാ ലമിനൽ മുസ്തഫൈനൽ അഖ്യാർ. സൂറത്തു സ്വാദിന്റെ 47-ാമത്തെ വാചകം കാണാം. വഇന്നഹും, ആ പ്രവാചകന്മാര്, ഇൻദനാ, നമ്മുടെ അടുത്ത്, ലമിനൽ മുസ്തഫൈനൽ അഖ്യാർ, നല്ലവരായ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എല്ലാ നബിമാരും. അള്ളയാണ് സെലക്ട് ചെയ്യുന്നത്. ഇത്രയും കോടാനുകോടി മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ചിലരെ അങ്ങ് തെരഞ്ഞെടുക്കുകയാണ്. അവരേറ്റവും ശ്രേഷ്ഠന്മാരാണ്. ആ ശ്രേഷ്ഠരിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിനും മുഴുവൻ മാതൃകയായി ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ പ്രവാചകനിൽ ലോകത്തുള്ള എല്ലാവർക്കും മാതൃകയുണ്ട്. ഒരു നാട്ടുകാർക്കോ ഒരു ഭാഷക്കാർക്കോ ഒരു മതത്തിൽ മാത്രമുള്ളവർക്കോ അല്ല, എല്ലാവർക്കും മാതൃകയാക്കാവുന്ന അന്ത്യപ്രവാചകനാണ്. അതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് ആ പ്രവാചകൻ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും ബാധ്യതകളും കടമകളുമുണ്ട്. എല്ലാ നിലക്കും അവർ അത് മനസ്സിലാക്കണം. തങ്ങളുടെ ശരീരത്തെക്കാൾ, തങ്ങളുടെ മറ്റെന്തേനേക്കാളും ഏറെ സ്നേഹിക്കേണ്ടവരാണല്ലോ ആ പ്രവാചകർ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. ഇനി പറയാൻ പോണ കാര്യം നടക്കാതെ നമ്മൾ മുഅ്മിനാണെന്ന് പറയാൻ പറ്റത്തില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി.
നമ്മുടെ മാതാപിതാക്കളെക്കാൾ ഏറ്റവും വലുതും പ്രിയപ്പെട്ടതും ആ നബിയായി മാറണം. വവലദിഹി, സ്വന്തം മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, ലോകത്തുനിന്ന് ജീവിച്ചിരിപ്പുള്ളവരോ അല്ലാത്തവരോ ആയ മുഴുവൻ മനുഷ്യരെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടതായി നബിതങ്ങൾ മാറണം. അത്ര ഉണ്ടെങ്കിലേ ഒരാൾ യഥാർത്ഥ മുഅ്മിനായി മാറുകയുള്ളൂ. ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടതുപോലെ ഒരാൾ ശരിയാവണ്ണം സ്നേഹിച്ചില്ലെങ്കിൽ അവന് ശക്തമായ ശിക്ഷയുടെ സ്വരം താക്കീതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും മനസ്സിലായിക്കോ. ശരിയാവണ്ണം പ്രവാചകനെ സ്നേഹിക്കാത്തവരെ കുറിച്ച് പറഞ്ഞത് ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് അവർ കാത്തിരുന്നു കൊള്ളട്ടെ. അള്ളാന്റെ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു. യഥാർത്ഥ സ്നേഹത്തിന്റെ കാര്യക്കാരായി ശരിയായ രൂപത്തിൽ അത് ചെയ്ത് നടപ്പിലാക്കിയില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് വന്ന പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം. ഉലമാക്കന്മാർ സഹീഹുൽ ബുഖാരി അടക്കമുള്ള കിതാബ്, ഏറ്റവും മികച്ചു നിൽക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹീഹുൽ ബുഖാരി ഉണ്ടല്ലോ, അതിന്റെ ഒരു പാഠത്തിന്റെ ഹെഡിങ് തന്നെ ബാബുൻ അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ സുമ്മൽ അംസലു ഫൽ അംസലു. ലോകത്ത് ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നേരിട്ടവർ പ്രവാചകന്മാരാണ്. പിന്നീട് അവരുടെ മാർഗം ശക്തമായി സ്വീകരിച്ചവരാണ്. ഏറ്റവും ശക്തമായ പരീക്ഷണങ്ങൾ അനുഭവിച്ചവർ പ്രവാചകന്മാരാണ്. അതവരെ ഒരുക്കിയെടുക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് ഒരു പ്രതീക്ഷയോടെ കടന്നുപോയി. എല്ലാ നിലക്കും മക്കക്കാരുടെ മർദ്ദനങ്ങൾ ഇങ്ങനെ സഹിക്കവയ്യാതായപ്പോ എന്റെ ഉമ്മാന്റെ ആളുകൾ എന്നെ സംരക്ഷിക്കുമെന്നൊരു പ്രതീക്ഷയിൽ ത്വായിഫിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ ചെറിയ കുട്ടികൾ വരെ കല്ലെടുത്ത് എറിഞ്ഞ് നെറ്റിത്തടത്തിൽ നിന്ന് കാലിൽ നിന്ന് രക്തം വീണ ചരിത്രം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രതീക്ഷയും അവിടെ തന്നില്ല. സ്വന്തം നാട്ടുകാർ കൂടെ അല്ലമീൻ എന്ന് പറഞ്ഞ് നടന്നിരുന്നവർ പ്രവാചകനാണെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തുടങ്ങിയപ്പോ ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഉപരോധം ഏൽപ്പിച്ചു. 3 കൊല്ലക്കാലം ഷഅബു അബീ താലിബ് എന്ന് പറയുന്ന കുന്നിന്റെ മുകളിൽ കുടുംബസമേതം പോയി താമസിക്കേണ്ടി വന്നു. നമ്മളൊക്കെ ഇസ്ലാമായി ജീവിച്ച് കുറെ കാലായി. എന്തെങ്കിലും ഒരു പ്രയാസം നമ്മുടെ കച്ചവടത്തിലോ വീട്ടിലോ ജീവിതത്തിലോ വരുന്നുണ്ടോ? ആ പ്രവാചകന്മാർ അനുഭവിച്ച വേദനകൾ പറയാണ്. സ്വന്തം നാടും വീടും കുടുംബവും വിട്ട് 53 കൊല്ലം താമസിച്ച് വേരുറച്ചു പോയ മണ്ണെന്ന് ഒന്നും എടുക്കാതെ ഇട്ടെറിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഇത് അമ്പിയാക്കന്മാർക്ക് കൊടുക്കുന്ന ചില പരീക്ഷണങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. പലർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്നും ശരിക്ക് സ്നേഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കാത്തത് കൊണ്ട് തന്നെ ആ പ്രവാചകരെ എത്ര സിമ്പിളായിട്ടാണ് പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, എത്ര ലളിതമായിട്ടാണ് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്, ഒരു നാണവുമില്ലാതെ. എത്രത്തോളം എന്ന് വെച്ചാൽ മുമ്പ് കടന്നു വന്ന പല അമ്പിയാക്കന്മാരുടെയും ചരിത്രം വിശദീകരിച്ച് ഖുർആൻ പറയുന്നുണ്ട്. കദാലിക മാ തല്ലദീന മിൻ ഖബലിഹിം മിർ റസൂലിൻ ഇല്ലാ ഖാലൂ സാഹിറുൻ ഔ മജ്നൂൻ. നബിയെ, മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് പറയാൻ തുടങ്ങിയാൽ ആ നാട്ടുകാർ പറയും സാഹിറുൻ ഔ മജ്നൂൻ, നിങ്ങൾ സാഹിറാണ്, മായാജാലക്കാരാണ്, നിങ്ങൾ ഭ്രാന്തന്മാരാണ്, എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ഇത് പറയാത്ത ഒരു നബിയും കടന്നു പോയിട്ടില്ല. എല്ലാവർക്കും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ വിമർശനവും പരിഹാസവും ആക്ഷേപങ്ങളും ഒക്കെ ഇന്നും നമ്മുടെ നാട്ടിൽ സ്വതന്ത്രമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ പരിഹാസത്തിന് അവർ പേരിട്ടിരിക്കുന്നത് ഖുർആൻ ക്ലാസ് എന്നാണ്. അവർ നല്ല ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ടാണ് ഈ പരിഹാസങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ നബിതങ്ങൾ പഠിപ്പിച്ച ദീനിനെ കുറ്റമായി കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രവാചകനെ കുറിച്ച് മോശമായി ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നബിതങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകളെ വളരെ പച്ചയായി പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു. അത് കേൾക്കാൻ നമ്മൾ ഇരിക്കരുത്. അതിന്റെ കമന്റ് അടിക്കാൻ, അവരെ പ്രശംസിക്കാൻ, അവരെ പുകഴ്ത്തിച്ചെല്ലാൻ നമ്മൾ പോകരുത്. അത് പ്രവാചക പരിഹാസമാണെന്ന് തിരിച്ചറിയണം. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നിങ്ങൾ അള്ളാനെയും അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെയും റസൂലിനൊക്കെ നിങ്ങൾ ഇങ്ങനെ പരിഹസിച്ച് നടക്കുകയാണോ? ലാ തഅ്തദിറൂ, നിങ്ങൾക്ക് ഒരു ഉദ്റുമില്ല, നിങ്ങൾക്ക് മാപ്പില്ലട്ടോ, നിങ്ങൾക്ക് മാപ്പില്ല. ഖദ് കഫർതും, നിങ്ങൾ കാഫിറായിരിക്കുന്നു. ബഅദ ഈമാനിക്കും, നിങ്ങൾക്ക് ഈമാനിന് ശേഷം. ഇത് പറയുന്നതോടുകൂടി നിങ്ങൾ കാഫിറായിട്ടുണ്ട്.
അതുകൊണ്ട് ആ നേതാവിനെ, ആ പ്രവാചകനെ മോശമാക്കി അവതരിപ്പിക്കുന്ന, പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന ആളുകളുടെ വക്താക്കളാവാൻ, അവരെ പ്രശംസിക്കാൻ, അവരെ പുകഴ്ത്താൻ നമ്മൾ പോവില്ല എന്ന കൃത്യമായ തീരുമാനം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് ഈ വിമർശനത്തിന്. എത്ര കൊല്ലങ്ങളായില്ലേ, എത്ര വർഷങ്ങൾക്ക് മുമ്പ് അബൂജഹൽ അവിടുത്തെ നബിതങ്ങൾ പോയ സ്ഥലങ്ങളിലൂടെ നടന്ന് പിറകെ നടന്ന് എന്തെല്ലാം വിമർശനങ്ങൾ ഉന്നയിച്ചു. അബൂലഹബ് എന്തെല്ലാം പറഞ്ഞു. തബ്ബൻ ലക യാ മുഹമ്മദ് എന്ന് പറഞ്ഞവനാ, നാശെന്ന് വിളിച്ചു പറഞ്ഞവനാ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ എന്ന ആയത്ത് സൂറത്ത് ഇറങ്ങിയപ്പോ സഹിക്കാനാവാതെ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന് പറഞ്ഞവൾ ഒരു വലിയ പാറക്കല്ലെടുത്ത് വന്ന് നബിന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് ഇടാൻ വേണ്ടി ശ്രമിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ ചാരത്തിരിക്കുകയായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീയുടെ മുമ്പിൽ ഒരു മറയിട്ട പോലെ അവർക്ക് നബിയെ കാണാൻ പറ്റാത്ത രൂപത്തിൽ ഒരു സംരക്ഷണം അല്ലാഹു തആല ഏർപ്പെടുത്തുകയാണ്. വിമർശനങ്ങളും വെല്ലുവിളികളും ഒരുപാട് കടന്നുപോയി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവാക്കപ്പെട്ട, ശറഫാക്കപ്പെട്ട ശരീരത്തിൽ ചീഞ്ഞടിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് ചാർത്തിയവരുണ്ട്. മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്ന് നമസ്കരിക്കുമ്പോൾ ചവിട്ടിയിട്ട് പിരടിയിലേക്ക് ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവരുണ്ട്. അതൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ശ്രമം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ ശത്രുക്കൾ, ദീനിന്റെ ശത്രുക്കൾ, അവരിൽ നിന്നെല്ലാം അള്ളാഹു തആല പ്രവാചകനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ, പ്രവാചകരെ നിങ്ങളെ പരിഹസിക്കുന്നവർക്കെല്ലാം അവരിൽ നിന്നെല്ലാം സംരക്ഷിക്കാൻ നാം മതിയായവനാണ്, നിങ്ങൾക്കൊരു പരിക്കും വരാതെ സംരക്ഷിക്കുന്നതാണ് എന്ന സൂചനയാണ്. എല്ലാ ശത്രുക്കളിൽ നിന്നും പ്രവാചകനെ സംരക്ഷിക്കാൻ അള്ളാഹു വാഗ്ദാനം പറഞ്ഞു. വല്ലാഹു യഅ്സിമുക മിനന്നാസ്, അള്ളാഹുവാണേ സത്യം, ജനങ്ങളിൽ നിന്ന് താങ്കളെ നാം സുരക്ഷിതനാക്കി മാറ്റുന്നതാണ്. കൊല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, തല്ലിക്കൊല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അവർ പല ശ്രമങ്ങളും തലക്ക് വിലയിട്ടല്ലോ. 100 ചുവന്ന ഒട്ടകം തരാം, ആ തലയൊന്ന് ശിരസ്സൊന്ന് മാത്രം കൊണ്ടുവന്ന് തന്നാൽ മതി. കഴിഞ്ഞില്ലല്ലോ. എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ വിഷയം ഈ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന കാരുണ്യത്തിൻ്റെ പ്രവാചകനെ ശരിയാവണ്ണം പഠിക്കാതെ പോകുന്ന തലമുറയിലെ പുതിയ ആളുകളൊക്കെ ഒന്ന് തിരിച്ചറിയാം. നമ്മുടെ നബി കാരുണ്യത്തിൻ്റെ നബിയാണ്, സ്നേഹത്തിൻ്റെ നബിയാണ്, വിട്ടുവീഴ്ചയുടെ നബിയാണ്, പ്രതികാരത്തിൻ്റെ ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയ ദിവസം ഹിജ്റ 9 തന്നെ നേരത്തെ ഉപദ്രവിച്ച ഒരുപാട് പേരില്ലേ, തൻ്റെ കാൽ ചുവട്ടിൽ വന്നു. ഒരു മനുഷ്യനോടും പ്രതികാരം പറഞ്ഞില്ല. എല്ലാവർക്കും മാപ്പെഴുതി കൊടുത്തു. കഴിയോ? നമ്മുടെ കുടുംബത്തിൽ മാപ്പ് കൊടുക്കോ? കാലങ്ങളോളമായി വൈരാഗ്യത്തോടെ ജീവിക്കുന്ന നമുക്ക് മാപ്പ് കൊടുക്കാനുള്ള ശേഷിയുണ്ടോ? എത്രമേൽ കഠിനമായി ഉപദ്രവിച്ചു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ഹിന്ദിന്റെയും വഹ്ഷിയുടെയും ചരിത്രം വായിച്ചു നോക്ക്. എന്തൊരു വല്ലാത്ത കണ്ണുനീരായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം ഉണ്ടായത്. പക്ഷേ പ്രതികാരം ചെയ്തിട്ടില്ല. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലിട്ട് ഷാളിട്ട് മുറുക്കിയ ഒരു അഅറാബി ഉണ്ടായിരുന്നു. നബി തങ്ങൾ തിരിച്ചു നിന്ന് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. ഹദീസ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ മൂത്രൊഴിച്ച ഒരു മനുഷ്യനോട് അവിടെ കൊണ്ടുവന്ന് വെള്ളമൊഴിക്കൂ എന്ന് പറയാത്ത നേതാവിന്റെ ആളുകളാണ് നമ്മൾ. പകരമായി കൂടെയുണ്ടായിരുന്നവരോട് നിങ്ങൾ അവിടെ വന്നൊന്ന് വൃത്തിയാക്കൂ എന്ന് പറഞ്ഞുവെങ്കിൽ എന്തൊരു വല്ലാത്ത ലാളിത്യവും വിനയവുമാണ് അവിടെ കാണിച്ചത്. നമ്മളൊക്കെ എത്ര സീറോ ആണെന്ന് ചിന്തിക്കും. ഞാൻ എന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, നമ്മുടെയൊക്കെ സ്വഭാവത്തിന്റെ, നമ്മുടെയൊക്കെ മഹത്വത്തിന്റെ എത്ര 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 അംശമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ എവിടെയാ ഇരിക്കുന്നത്? ആ പ്രവാചകനെ മാതൃകയാക്കാൻ നമുക്ക് കഴിഞ്ഞ പ്രവാചകനെ കല്ലെറിഞ്ഞ തായിഫുകാര് പ്രവാചകന്റെ മുമ്പിൽ വന്നു. എന്ത് പ്രതികാരവും സ്വീകരിക്കാൻ ഇല്ല. ഇന്ന് മാപ്പ് എന്നിവർക്ക് എഴുതി കൊടുത്തു. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ പുതിയ കാലഘട്ടത്തിലെ ഈ സമുദായത്തിലെ ഈ പ്രവാചകന്റെ അനുയായികൾ നമ്മളിപ്പോൾ പോരടിക്കുകയാണ്. മതത്തിന്റെ പേരിൽ, പ്രസ്ഥാനങ്ങളുടെ പേരിൽ, ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ വഴക്കിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊലവിളി നടത്തുകയാണ്, പരസ്പരം ഭീകരവാദി എന്ന് വിളിക്കുകയാണ്, തീവ്രവാദികളാണെന്ന് വിളിക്കുകയാണ്. ആര്? ഒരേ സമുദായത്തിൽപ്പെട്ടവർ മറ്റുള്ള ആളുകളെ അടിക്കാനുള്ള വടിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടാൽ മിണ്ടരുത്, ചിരിക്കരുത്, മരിച്ചാൽ പോകരുതെന്ന് പറയാൻ മാത്രമുള്ള ക്രൂരമായ മനസ്സിന്റെ ഉടമകളാണ്, പ്രവാചക സ്നേഹികളാണെന്ന് പറയുന്നവരെങ്കിൽ നിരർത്ഥകമായ വട്ടപ്പൂച്ചമാണ് നമുക്ക് പറയാൻ കഴിയും.
നമ്മൾ എവിടെയാണെന്ന് ചിന്തിച്ചു നോക്കുക. ആ പ്രവാചകന്റെ അനുയായികളല്ലേ നമ്മൾ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ഒരുപാട് വിമർശനങ്ങൾ ഈ അടുത്ത കാലത്ത് വന്നു. ഡെൻമാർക്കിൽ ഒരുത്തൻ ചിത്രം വരച്ചു പ്രവാചകനെതിരെ വിമർശനത്തിന്റെ ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ. തസ്ലീമ എന്നറിയപ്പെടുന്ന ഒരു പെണ്ണ് നിരവധി വിമർശനങ്ങളുടെ ഗ്രന്ഥങ്ങൾ എഴുതി. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇറങ്ങിയ പല ചോദ്യ പേപ്പറുകളിൽ വരെ ഈ വിമർശനങ്ങൾ കൊണ്ടുവന്നു. ഉണ്ട്, ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുക. പച്ചയായി സോഷ്യൽ മീഡിയ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുക, പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കുന്ന നിങ്ങളുടെ നബി ഒരു സ്ത്രീലമ്പടനാണെന്ന്. നഊദുബില്ല. ഒരിക്കലും ഒരു തെളിവ് കണ്ടെത്താൻ കഴിയാതെ അതിന് അവർ കൊണ്ടുവന്ന ഉദാഹരണം എന്തെന്നറിയോ? പ്രവാചകൻ ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിച്ചു. പ്രവാചകൻ 4-ലധികം ഭാര്യമാരെ വിവാഹം കഴിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുന്നവർ ഒന്ന് ഇരുത്തി ചിന്തിക്കണം. ആ പ്രവാചകന്റെ ദാമ്പത്യം അനുഭവിച്ച ഒരാളും വിമർശിച്ചിട്ടില്ല. നബിതങ്ങൾക്ക് വിവാഹം ചെയ്ത് കൊടുത്ത വലിയമാരിൽ ഒരാളും മോശമായി എന്ന അഭിപ്രായം പറഞ്ഞിട്ടില്ല. അന്ന് കൂടെ ജീവിച്ചവരാരും പ്രവാചകൻ ഒരു സ്ത്രീലമ്പടനാണെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് പുതിയ പുതിയ ആരോപണങ്ങൾ കൊണ്ടുവന്നു. മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നും കേരളത്തിന്റെ ചിലവരൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇവരൊക്കെ താലിബാനികളാണെന്നും. എന്തിനിവരെ താലിബാനികളാക്കണം? അവർക്ക് താടിയുണ്ട്, അവർ പർദ്ദ ധരിക്കുന്നു, അവർ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നു, അവർ ഇടക്കിടക്ക് ഇസ്ലാമിനെ പറ്റി സംസാരിക്കുന്നു, അവർ പ്രവാചകനെ കുറിച്ച് പരസ്യമായി അങ്ങാടിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർ ഇസ്ലാമിന്റെ നന്മകൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സംവദിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവർ താലിബാനികളാണെന്ന് ചാപ്പ കുത്തിയാലും നമ്മൾ നമ്മുടെ ഇസ്ലാം എറിയാൻ തീരുമാനിച്ചിട്ടില്ല. പറയുന്നവർക്ക് എന്തും പറയാം. പക്ഷെ ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട്. ആ പഠിപ്പിച്ച മാതൃകയിൽ നിന്ന് നിങ്ങളുടെ ഏത് ശരങ്ങൾ ഏറ്റുപിടിച്ചാലും ഇല്ല, ഞങ്ങൾ അതിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി മാറ്റും. ഈ ദീനിനെ വിടാൻ തയ്യാറല്ല. ഈ പ്രവാചകന്റെ മഹത്വത്തെ ഞങ്ങൾ സംസാരിക്കുന്നത് നിർത്താൻ സന്നദ്ധരല്ല. എന്തിനേറെ ഓരോ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ വരെ പരിഹസിക്കുന്ന അവസ്ഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇസ്ലാമിലെ യുദ്ധങ്ങൾ എടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ട് ഇതാ മുസ്ലിങ്ങൾ ഫുള്ള് യുദ്ധത്തിന്റെ ആളുകളാണ്, ഇസ്ലാം പ്രചരിച്ചത് മുഴുവൻ യുദ്ധം കൊണ്ടാണെന്ന് പ്രചരിപ്പിക്കുന്നവരെ ഈ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന നമ്മളിൽ പോലും ചിലർ ചിന്തിച്ചല്ലോ, ശരി തന്നെയാണ്, കുറെ ബദറും മുഹദും ഖന്തക്കും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ എങ്കിൽ നമ്മൾ പഠിക്കണം, ഇസ്ലാമിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബിതങ്ങളുടെ കാലഘട്ടത്തിലും ഖലീഫമാരുടെ കാലഘട്ടത്തിലും എത്ര 81 യുദ്ധം. ശരിയാണ്, നിഷേധിക്കുന്നില്ല. ചരിത്രം പഠിക്കാനുണ്ട്. ആ 81 യുദ്ധങ്ങളിൽ ആകെ മരിച്ചത് 1018 പേർ മാത്രമാണ്. ആ മരിച്ചവരിൽ മുസ്ലിമീങ്ങൾ 259 പേർ മരിച്ചിട്ടുണ്ട്. ശത്രുക്കളായ അമുസ്ലിമീങ്ങൾ ആകെ മരിച്ചത് 759 പേരാണ്. 81 യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട്. ഞാൻ ഒന്നുകൂടി ചേർത്ത് പറയട്ടെ, നിങ്ങൾക്കിടയിൽ അല്ല, ഞാൻ എന്നെ കൂട്ടിച്ചേർത്ത് പറയാം, നമുക്കിടയിൽ പോലും ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാകും ഇസ്ലാം ഭയങ്കര യുദ്ധത്തിന്റെ ഒരു മതമാണോ എന്നെങ്കിൽ. അത് പറയുന്നവർ ഇനി പറയുന്നത് കേൾക്ക്. ലോക ചരിത്രത്തിൽ ഇന്നും വായിക്കാൻ കഴിയുമെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യ്. റഷ്യൻ വിപ്ലവം എത്ര പേരാ മരിച്ചത്? 1 കോടി പേരാണ്. ഒരു യുദ്ധത്തിന്റെ പേരിൽ മരിച്ചത് 1 കോടി ആളുകളാണ്. അവർ യുദ്ധക്കൊതിയന്മാരല്ലേ? ഹിരോഷിമയിൽ നശിപ്പിച്ചത് 1,30,000 പേരെയാണ് ഒരൊറ്റ പ്രദേശത്ത്. നാഗസാക്കിയിൽ കൊന്ന് നശിപ്പിച്ചത് 75,000 പേരെയാണ്. വിയറ്റ്നാമിൽ 40 ലക്ഷം മനുഷ്യക്കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയത്. ഇതൊന്നും തീവ്രവാദമല്ലേ? ഇതൊന്നും കൊന്നൊടുക്കലല്ലേ? എന്നിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുകയാണ് 759 ആളുകൾ മരണപ്പെട്ട യുദ്ധങ്ങൾ എടുത്തു കാണിച്ചിട്ട് ഇവർ യുദ്ധക്കൊതിയന്മാരാണെന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ തലക്കും നാവിനും പേനകൾക്കും മാത്രമാണത്. ചരിത്രത്തിലില്ല. പഠിക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ? തുറന്നു വെച്ച പുസ്തകങ്ങളുണ്ട്. ഇസ്ലാമിന് എന്ത് വിമർശനം വന്നാലും ഒരു പേടിയില്ലാതെ തുറന്നിട്ട് കൊടുക്കാം. ഇതാ നിങ്ങൾക്ക് പഠിക്കാം. മൂടി വെക്കേണ്ട യാതൊന്നും നമ്മുടെ മുമ്പിലില്ല. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ വിമർശിക്കുന്നത്? ഞാൻ അതുകൂടെ ഒന്ന് പറയാം. ഇപ്പോഴും ഒരു പക്ഷേ ഖുത്ബ കേൾക്കുന്നവർ കൂട്ടത്തിലുണ്ടാവും എന്തെങ്കിലും നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് അതിന്റെ കമന്റിന് പോയി തെറി പറയുന്നവർ. ഏതെങ്കിലും ഒരാളുടെ എന്തെങ്കിലും ഒരു വിമർശനം കേൾക്കുമ്പോഴത്തേക്ക് അവന്റെ കഴുത്ത് വെട്ടണം, കാല് വെട്ടണം, കൈ വെട്ടണം എന്ന് പറയുന്ന നടക്കുന്ന വികാരജീവികളായി നമ്മൾ മാറുന്നത്. വിമർശനങ്ങൾ വരും. ആ വിമർശനങ്ങൾ എന്തുകൊണ്ടാണ് അവർ ഉന്നയിക്കുന്നത്? നമ്മൾ ഇരുന്ന് ചിന്തിച്ചാൽ, ഒന്ന്, മുസ്ലിമീങ്ങളെ പ്രകോപിപ്പിക്കണം, എങ്ങനെങ്കിലും അവർക്കിടയിൽ സംഘർഷം ഉണ്ടാക്കണം, എന്നിട്ട് അവർ മോശക്കാരാണെന്ന് ചിന്തിപ്പിക്കണം. മുസ്ലിങ്ങൾ വിമർശനത്തെ ഭയക്കുന്നു എന്ന് അവർക്ക് തോന്നിപ്പിക്കണം മറ്റുള്ളവർക്ക്. അതിനാണ് അവരിങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് തരുന്നത്. ഇസ്ലാം ഒരു അസഹിഷ്ണുതയുടെ മതമാണ്, ഫുള്ള് പ്രശ്നമാണ് എന്ന് തോന്നിപ്പിക്കലാണ് ശത്രുക്കളുടെ ആവശ്യം.
മുസ്ലിങ്ങളൊക്കെ ഫുള്ള് ഭീകരരാണ് എന്ന് മറ്റുള്ളവർക്കിടയിൽ ഒരു ചിന്തയുണ്ടാക്കണം. അതിന് നമ്മൾ ഒരു വളവും ഇട്ടുകൊടുക്കരുത്. നമ്മുടെ ഒരു അടയാളവും, നമ്മുടെ ഒരു ചിന്തകളും, നമ്മുടെ ഒരു വിമർശനങ്ങൾ പോലും അത്തരത്തിലാകാതിരിക്കാൻ നസീഹത്തോടെ, ക്ഷമയോടെ, വിവേകത്തോടെയാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും മതം നന്നായി പഠിക്കുകയും പ്രവാചകനെ ശരിയാവണ്ണം ഇരുന്ന് വിലയിരുത്തി നല്ല രൂപത്തിൽ സ്നേഹിച്ച് പ്രവാചകന്റെ സുന്നത്തുകൾ എന്തൊക്കെ ലോകത്ത് നടന്നാലും, ആരൊക്കെ നമ്മളെ എന്തൊക്കെ ഇട്ട് വളക്കാൻ ശ്രമിച്ചാലും, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ മുഅ്മിനായ മനുഷ്യന് മറ്റൊരു മാർഗമില്ല. അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, സ്വയം ഒരു തീരുമാനമെടുക്കാനുള്ള ചോയ്സ് ഇല്ല. വമൻ യഅസില്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും ഒരാൾ ധിക്കരിച്ചങ്ങ് ജീവിക്കുകയാണെങ്കിൽ ഫഖദ് ളല്ല ളലാലം മുബീനാ, അവർ വ്യക്തമായ വഴികേടിലാണ്, അവർ നാശത്തിലാ. അവരെത്ര നല്ലവരാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടും കാര്യമില്ല, അവർ വ്യക്തമായ വഴികേടിലാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈമാൻ പുതുക്കുക, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക, ആ മഹാനേതാവിൻ്റെ നല്ല ഗുണങ്ങളെ ചേർത്ത് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സുന്നത്തുകളെ ആത്മാർത്ഥമായി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇസ്ലാം പഠിപ്പിച്ച, പ്രവാചകൻ പഠിപ്പിച്ച ഒരു നിയമത്തോടും ഒരു പുച്ഛവും നീരസവും തോന്നാതെ പൂർണ്ണ മനസ്സോടെ അത് ഏറ്റെടുക്കാൻ ഫത്തഖുല്ലാഹ മസ്തതഅതും സാധിക്കുന്ന പോലെ അതൊക്കെ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു എല്ലാ നിലക്കുമുള്ള ഖൈറും നന്മകളും നമുക്ക് അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ.